വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്ക് അല്പസമയം ശ്രവിക്കാം. ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം ദൈവം കാനാവിലാണ് കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത്. മാത്രമല്ല അവരുടെ ജീവിതത്തിലും, അതായത് ആ കല്യാണ കുടുംബത്തിലുള്ളവരുടെ ജീവിതത്തിലും ആദ്യത്തെ ഒരു അത്ഭുതമാണ് അവർ കാണുന്നത്. ഇങ്ങനെയൊരു അത്ഭുതം, ദൈവത്തിൻ്റെ പരമോന്നതമായ കരം അവിടെ ചലിച്ചു. വീഞ്ഞ് പോരാതെ വന്നപ്പോൾ വീഞ്ഞ് പകർന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്ത ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി അവർ കാണാൻ കഴിയും. എന്നിൽ നിൽക്കുന്ന പ്രിയരെ, നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതം എന്താണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അതായത് അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭുവാണ്. അവൻ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മന്ത്രിയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ദൈവം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എത്ര അത്ഭുതങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും അത് ഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലാക്കണം. ഇവിടെ കാനാവിലെ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതമാണ്. ആ കുടുംബത്തിൽ, അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതമാണ്. കണ്ടിരിക്കുന്നവരുടെ അനേകർ വന്ന് അവരുടെ കണ്ണിൽ കണ്ട ആദ്യത്തെ അത്ഭുതമാണ് അത്. യേശു ക്രിസ്തു ചെയ്ത വിടുതലുകൾ. പലരും ഇന്ന് ദൈവസന്നിധിയിൽ പലതും മറന്ന് ജീവിക്കുന്നവരാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ മനമേ വാഴ്ത്തുക, എൻ സർവാന്തരമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദൈവം എത്ര ഉപകാരങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. പലരും മറന്നു പോകുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ നിങ്ങളോടൊരു ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നത്, പലരും ജോലിയൊക്കെ ചെയ്താണ് പലരും ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു വരുമാനവുമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനമെങ്കിലും കാണും. അങ്ങനെയാണ് മനുഷ്യൻ ഓരോ ദിവസം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നിലവാരത്തിൽ വരുമാനമുള്ളവരുണ്ട്. പൈസ എന്ത് ചെയ്യണമെന്ന് നടക്കുന്നവരുമുണ്ട്. കോടിക്കണക്കിന് ആസ്തിയുള്ളവരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ആലോചന പറയുന്നത്, നല്ല കാലത്ത് നിങ്ങൾ ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കി ആഹാരം കഴിക്കുന്നുണ്ട്. ഇറച്ചി, ബിരിയാണി, വസ്ത്രങ്ങൾ, കാറ്, ഇങ്ങനെയൊക്കെ മേടിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരുടെ നടുവിൽ അതൊരു അഹങ്കാര രീതിയിൽ ജീവിക്കരുത്. ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അരി മേടിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു രീതി, സ്വഭാവം നിങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്നും മറ്റുള്ള നടുവിൽ അഹങ്കാര സ്വഭാവത്തിൽ ഭക്ഷണം കഴിക്കുകയും ഞെളിഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ആ അനുഭവം ദൈവ സന്നിധിയിൽ ഒരിക്കലും അത് തെറ്റാണ്. സ്തോത്രം. കാരണം എത്രയും ജോലിയിലിരുന്നവരൊക്കെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. പലരും ജോലിയിലിരുന്നവർ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റാത്ത തളർന്ന അനുഭവങ്ങളായിരിക്കുന്നവരുണ്ട്. ഒരു നിമിഷം മതി, സ്തോത്രം, എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സമ്പത്തൊക്കെ ഉണ്ടെന്നുള്ള അഹങ്കാര ഭാവം നടത്തി പോക്കും നോട്ടവും, അങ്ങനെ അഹങ്കാരത്തിലുള്ള വിദേശത്ത് നിന്ന് വരുമാനം വരുന്നുണ്ടെന്നുള്ള, മക്കളിൽ നിന്നൊക്കെ വരുമാനം വരുമ്പോഴുണ്ടാകുന്ന അഹങ്കാര സ്വഭാവം ഉണ്ടല്ലോ, ദൈവസന്നിധിയിൽ വളരെ വിഷയമായി മാറും. കാരണം ദൈവം
പണി തരും. എത്ര ജോലിയിട്ടിരുന്നവർ പെട്ടെന്ന് മരിച്ച് വീട്ടിൽ സഹോദരിയും കല്യാണം കഴിച്ച് 2-3 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെ ജീവിതമുള്ള ഭർത്താവ് മരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിൽ കേൾക്കുന്ന പ്രിയരെ, എന്തെങ്കിലും സമ്പത്തുണ്ടായാൽ, എന്തെങ്കിലും ജോലി ഉണ്ടായാൽ, എന്തെങ്കിലും തിന്നാനുള്ള മാർഗം ഉണ്ടായാൽ അത് മറ്റവരുടെ നടുവിൽ അഹങ്കാര രീതിയിൽ തിന്ന് അഹങ്കാര രീതിയിൽ നടക്കല്ലേ. അത് എപ്പോഴാണ് ദൈവസ്ഥാനത്തിൽ പണി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ലോകത്തിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനേകർ ഭൂമിയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, ചെറുപ്പക്കാരൊക്കെയാണ് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക സഹോദരന്മാർക്ക് ഭർത്താക്കന്മാർ നല്ല പ്രായത്തിൽ മരിച്ചുകൊണ്ടിരിക്കുക. നല്ല നിലയിൽ നിരുന്നവരൊക്കെ പലതും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതികൾ ലോകത്ത് എങ്ങനെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഭയപ്പെട്ട് ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ച് ഭക്തിയോടെ ദൈവസ്ഥനിലായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് പല അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും. ഇന്ന് പലരും പ്രൈസലാം എന്തൊക്കെയോ ഉണ്ടെന്ന് മറ്റുള്ളവരുടെ നടുവിൽ കാണിച്ചു പോവുക. പലരും ഭവനത്തിൽ പല വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൈസലാമേ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു അഹങ്കാര മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലോ. എന്തെങ്കിലും ഉണ്ടായാൽ എല്ലാവരും ഒന്നും എല്ലാ നാളും നമ്മുടെ കൂടെ കാണത്തില്ല. ഉറ്റവർ, കുടിയവർ, സ്നേഹിതർ, ബന്ധുക്കൾ, മാതാപിതാക്കൾ, നമ്മെ സഹായിക്കുന്നവർ ഒക്കെ ഒരുപക്ഷെ നാളെ മാറാം. കാരണം അവർ മരിച്ചു പോയാൽ പിന്നെ നമുക്ക് ആരും കാണത്തില്ല. ചിലപ്പോൾ നാം ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ നാം കാണും ആരാ, നാം ഒറ്റപ്പെടുന്ന അനുഭവം കാണും. കാരണം ഇപ്പം ജീവിച്ചിരിക്കുന്നവർ ഒരുപക്ഷെ നാം ജീവനോടിരുന്നാൽ നമ്മളത് കണ്ണിൽ കാണാനിടയാവും. സ്തോത്രം. അഹങ്കാര സ്വഭാവത്തിലുള്ള സംസാരവും, അഹങ്കാര രീതിയിലുള്ള ഭക്ഷണം കഴിപ്പും, അഹങ്കാര രീതിയിലുള്ളതായ ആ വാഹനം ഓട്ടിച്ച് പോകുന്നതൊക്കെ നിർത്തി ദൈവനാമത്തിൽ ശരണപ്പെട്ട് ഭക്തിയോടെ ചെയ്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയാൽ ദൈവ അനുഗ്രഹം നമുക്കുണ്ടാകും. ഇതാണ് എൻ്റെ പ്രത്യേകമായ ഒരു സന്ദേശം എന്ന് പറയുന്നത്. സ്തോത്രം. നാളെ എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഉള്ളതുകൊണ്ട് അത് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെപ്പിൻ. ഇത് പൗലോസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഇപ്പോൾ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സമാധാനമായി ഭക്തിയോടെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവസ്ഥാനം ജീവിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകും. അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത്. അഹങ്കാരികൾ താളടിയാകുമെന്ന് തിരുവചനം പറയുന്നു. അഹങ്കാരികൾ വരണ്ട പ്രദേശത്ത് താമസിക്കത്തില്ല എന്നും ദൈവവചനം പറയുന്നു. ഈ നാളുകളിൽ പ്രൈസലോം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നാം പഠിച്ചും ധ്യാനിച്ചും ദൈവസ്ഥനിൽ നിലനിന്നും പ്രാർത്ഥിച്ചു മുന്നേറിയാൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ഭൗതിക അനുഗ്രഹവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിൽ നിന്നുള്ള ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. തങ്ങളുടെ മേലിൽ അത് അനുഗ്രഹമായി മാറും. ഇതാണ് പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഒന്നേ പ്രാർത്ഥിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന എന്തെങ്കിലും പൈസ നിങ്ങളെ കൈ കിട്ടുമ്പോൾ, ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് ദൈവനാമത്തോട് ചെയ്യുക. അതാണ് സമ്പത്ത് വർദ്ധിക്കുന്നത്. അതെല്ലാവർക്കും ചെയ്യാതിരുന്നാൽ സമ്പത്ത് വർദ്ധിക്കത്തില്ല, ദൈവാനുഗ്രഹം ഉണ്ടാകില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെയുള്ള ആലോചനകളുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രാർത്ഥന ഒക്കെ ദൈവികമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഉപസംഗ്രഹിക്കുന്ന ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.